നിങ്ങൾക്ക് വലിയ വലിയ സ്വപ്നങ്ങളുണ്ട്. ലൈക്ക് പൈസ ഉണ്ടാക്കണം, ഫ്രീഡം വേണം, നല്ലൊരു ലൈഫ് ബിൽഡ് ചെയ്യണം. ബട്ട് ഇതിനെല്ലാം ഉപരി ഫുൾ ടൈം സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ദ മോസ്റ്റ് വേർസ്റ്റ് പാർട്ട് ഓഫ് ദിസ് എന്തെന്ന് വെച്ചാൽ, ഇങ്ങനെ ഫോണിൽ സ്ക്രോൾ ചെയ്യുമ്പോഴും ഉള്ളിലൊരു ഗിൽറ്റ് ഫീൽ തോന്നാണ്. ദയർബൈ ഞാനൊന്നും ചെയ്യുന്നില്ലല്ലോ എന്നുള്ളൊരു തോട്ടിൽ. യെസ്, ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. വെൽക്കം ബാക്ക് ടു അനദർ മോട്ടീവ് എപ്പിസോഡ്. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് രാവിലെ നേരത്തെ എണീക്കാൻ പറയാനോ അല്ലെങ്കിൽ ഹാഫ് ഡേ വർക്ക് ചെയ്യാനോ പറയാനല്ല. മൂന്ന് കാര്യങ്ങൾ, ഓൺലി ത്രീ തിങ്സ് ദാറ്റ്സ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട്. ഒന്ന്, എന്താണ് നിങ്ങളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ, അതിന് കാരണം എന്താണ്? രണ്ടാമത്തത്, എന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ പിന്നോട്ട് നിൽക്കുന്നത്? മൂന്നാമത്തത്, ഇതിന് എതിരെ എന്ത് ചെയ്യാം, ഓർ ഹൗ ടു ഓവർകം ദിസ്. നോ സ്റ്റോറീസ്, ജസ്റ്റ് റിയൽ സ്റ്റെപ്സ്. ഫസ്റ്റ് വൺ, വൈ ആർ യു ലൈക്ക് ദിസ്? നിങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഭയങ്കര അംബീഷ്യസ് ആയിട്ടും ലേസി ആയിട്ടിരിക്കുന്നത്? ഇങ്ങനെ ലേസി ആയിട്ടുള്ള ആൾക്കാരാണ് ലൈഫിൽ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുക. അവർക്കായിരിക്കും എപ്പോഴും വലിയ വലിയ ഡ്രീംസ് ഉണ്ടായിരിക്കുക. ഇറ്റ്സ് വെരി നോർമൽ. ആൻഡ് അതിന്റെ പിന്നിലൊരു കാരണമുണ്ട്. ഈ ഡ്രീംസ് വലുതാവുമ്പോൾ ഇതിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ്സ് അറിയുന്നത് വിൽ ബിക്കം വെരി സ്മോൾ. നിങ്ങൾക്ക് വലിയൊരു കമ്പനി ബിൽഡ് ചെയ്യണം, ഓർ കുറെ പ്രോഫിറ്റ് ഉണ്ടാക്കണം, കംഫർട്ട് ആൻഡ് ഫോമൽ ആയിട്ടുള്ള ഒരു ലൈഫ് ബിൽഡ് ചെയ്യണം. ദെൻ ഈ ഒരു കാര്യത്തിന് നിങ്ങളുടെ ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്ക് ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ചെറിയ എന്തെങ്കിലും സ്കില്ല് പഠിക്കുക, ഓർ ചെറിയ എന്തെങ്കിലും കാര്യത്തിൽ ഫോക്കസ് ചെയ്യുക, അങ്ങനെയാണ്. ബട്ട് യു ആർ ജസ്റ്റ് ഡൗട്ടിങ് യുവർ സെൽഫ്. ഇങ്ങനെ സ്മോൾ പോയിന്റിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് അത് നമുക്ക് നമ്മുടെ എയിമിക്ക് എത്തിക്കുമോ എന്നുള്ളൊരു, നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിച്ച് നിങ്ങളുടെ മൈൻഡിനെ അവിടെ സപ്രസ് ചെയ്യാണ്. ഒരു ഗ്രാഫിൽ നിങ്ങൾ എവിടെയാണ് നിൽക്കുന്നത് ആൻഡ് നിങ്ങൾക്ക് എവിടെയാണ് എത്തേണ്ടത് എന്നുള്ളത് ജസ്റ്റ് ഒരു ഇമാജിൻ ചെയ്യുക. അതിനിടയിലുള്ള ഗ്യാപ്പാണ് നിങ്ങളുടെ എഫേർട്ടിന്റെ സിറ്റുവേഷൻ എന്ന് പറയുന്നത്. ഈ ഒരു ഗ്യാപ്പ് എന്ന് പറയുന്നത് അത്യാവശ്യം വലുതായത് കൊണ്ട് തന്നെ നമ്മുടെ ബ്രെയിൻ എന്ത് ചെയ്യും, അതിനെ ഷട്ട് ഡൗൺ ചെയ്യും. ഇതൊന്നും നിന്നെ കൊണ്ട് നടക്കില്ല എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് ആയിരിക്കും നമ്മുടെ ബ്രെയിനിന്. ജസ്റ്റ് ഓഫ് ഓൾ, ഈ ഒരു സിറ്റുവേഷൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ബിൽഡിങ്ങിന്റെ മുകളിലേക്ക് ഒരു സ്റ്റെപ്പ് കൂടി എടുത്ത് വെക്കാതെ ഏറ്റവും മുകളിലത്തെ ഫ്ലോറിൽ വെറുതെ നോക്കി നിൽക്കൂല, ആ ഒരു സിറ്റുവേഷൻ ആണിത്. നിങ്ങളുടെ ബ്രെയിന് ഡാമേജ് ആയിട്ടൊന്നുമില്ല, ജസ്റ്റ് ഓവർവേംഡ് ആയിട്ടാണ്. ആൻഡ് ജസ്റ്റ് ആ ഒരു ഫീൽഡിന് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ വേഗം പോയി ഫോൺ സ്ക്രോൾ ചെയ്യാനൊരു മൈൻഡ് സെറ്റ് വരുന്നത്. അല്ലെങ്കിൽ അത് കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യും നമ്മൾ. അതുപോലെ തന്നെ ഫിയർ ഓഫ് ട്രൈങ്. ഇപ്പൊ നിങ്ങളുടെ ഡ്രീം സേഫ് ആണ്, അത് അച്ചീവ് ആയിട്ട് കൂടി ഇല്ല എന്നുണ്ടെങ്കിൽ പോലും അത് നിങ്ങളുടെ മനസ്സിലുണ്ട്. ബട്ട് നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഫെയിൽ ആയി പോകും എന്നുള്ളൊരു തോട്ട്, ആ ഒരു ഫെയിലിയറിനോടുള്ളൊരു ഭയം, ദാറ്റ്സ് ഫീൽ സോ ബാഡ്. അപ്പം നമ്മുടെ ബ്രെയിൻ എന്ത് ചെയ്യും, ഇപ്പോൾ നിന്റെ ഡ്രീം മനസ്സിലെങ്കിലും ഉണ്ട്, നീ അത് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് മനസ്സിൽ പോലും ഉണ്ടാവില്ല എന്നുള്ളൊരു കണ്ടീഷൻക്ക് എത്തും. അതുകൊണ്ട് വെറുതെ ഇരിക്കണേ നല്ലത് എന്നുള്ളൊരു റെസ്പോണ്ട് നമുക്ക് തരും. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പഴയ സ്റ്റേറ്റ് തന്നെ കണ്ടിന്യൂ ചെയ്യും. ഒരു കാര്യം ചെയ്യാനുള്ള പൊട്ടൻഷ്യൽ ഉണ്ടായിട്ടും അത് യൂസ് ആക്കാതെ ഇരിക്കും. മൂന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, വെയിറ്റിംഗ് ഫോർ ദാറ്റ് വൺ തിങ്. അതായത് ഇപ്പം നിങ്ങൾ എന്തെങ്കിലും കാര്യം ചെയ്യാൻ വേണ്ടി നിൽക്കുന്നുണ്ടെങ്കിൽ ഒരു മോട്ടിവേഷൻ വരട്ടെ, അല്ലെങ്കിൽ അത് വരട്ടെ, ഇത് വരട്ടെ, എന്നിട്ട് തുടങ്ങാം. ബട്ട് ദ ട്രൂത്ത് ഈസ് ദാറ്റ് അങ്ങനെ ഒരു ദിവസം വരില്ല. മോട്ടിവേഷൻ ഈസ് ജസ്റ്റ് ലൈക്ക് എ ഫീൽ. അത് വരും പോകും. ബട്ട് നിങ്ങൾ അതിനെ ബേസ് ചെയ്തിട്ട് നിങ്ങളുടെ ലൈഫിൽ ഒരു കാര്യം ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരിക്കലും സക്സസ് ആവാൻ പോകുന്നില്ല. ഇപ്പോൾ മോസ്റ്റ് ഓഫ് ദ ലൈഫിൽ സക്സസ് ആവണം എന്ന് കരുതി ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് എപ്പോഴും ഇത് എക്സിക്യൂട്ട് ചെയ്യാൻ ഒരു മൂഡ് ഉണ്ടാവുന്നില്ല. ബട്ട് ദർ ബൈ ഡിഫറെന്റ്, അവരൊരിക്കലും മൂഡില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരിക്കലും അത് മാറ്റി വെക്കണില്ല. ദേ ആർ ട്രൈങ് ദർ ബെസ്റ്റ്. ചെയ്യാനുള്ള കാര്യങ്ങൾ അപ്പം തന്നെ ചെയ്യും. ഇനി ലേസിനെസ് ഒരിക്കലും നിങ്ങളുടെ പേഴ്സണാലിറ്റി ആയി മാറാൻ പോകുന്നില്ല. ബിക്കോസ് ഇറ്റ് വാസ് എൻ ടൈപ്പ് ഓഫ് റെസ്പോൺസ്. ഈ ലേസിനെസ് എന്ന് ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് വാസ് എൻ റെസ്പോൺസ് ഫോർ ഫിയർ, ഓവർവെർമിങ് ആൻഡ് കൺഫ്യൂഷൻ. ദെൻ വാട്ട് ആക്ച്വലി ഹോൾഡിങ് യു ബാക്ക്? നിങ്ങളെ എന്താണ് പുറകോട്ട് വലിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ലേസിനെസ്സിന് കാരണം എന്താണ്? ഇങ്ങനെ ജെന്യുവൻ ആയിട്ട് ട്രൈ ചെയ്തിട്ട് കൂടി ഒന്നും സക്സസ് ആവണില്ല എന്നൊരു തോട്ട് നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ? ചില സമയത്ത് നിങ്ങൾ ഭയങ്കരമായിട്ട് ഇൻസ്പയർഡ് ആവും. ചിലപ്പോൾ ഒരു വീഡിയോ കണ്ടിട്ടാവാം, അല്ലെങ്കിൽ ഒരു കോൺവെർസേഷനിൽ കിട്ടിയ തോട്ട്സ് കൊണ്ടാകാം. പിന്നെ അതേ തുടർന്ന് നിങ്ങൾ ഭയങ്കരമായിട്ട് ആക്റ്റീവ് ആകും. ഈ ചാറ്റ് ജിപിടി ഒക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ നമുക്ക് വേണ്ട ടൈം ടേബിളും കാര്യങ്ങളൊക്കെ അതിന് പ്രിപ്പയർ ചെയ്യാവുന്നതേ ഉള്ളൂ. അത് ഉപയോഗിച്ചിട്ട് ടൈം ടേബിൾ ഒക്കെ ഉണ്ടാക്കി അലാറൊക്കെ സെറ്റ് ചെയ്യും, ഗോൾസ് എല്ലാം സെറ്റ് ചെയ്യും. യു ആർ പ്രൗഡ് ഓഫ് യുവർ സെൽഫ്. ബട്ട് ഒരു പ്രശ്നമുണ്ട്, 2-3 ദിവസം മാത്രമേ ഇത് മുന്നോട്ട് പോകുള്ളൂ. ഇനി മൂന്നാമത്തെ ദിവസം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗോൾ ഉണ്ടാവില്ല, ഗോൾ എഴുതി വെച്ച പേപ്പർ പോലും ഉണ്ടാവില്ല. ദാറ്റ് ഈസ് ദ പ്രോബ്ലം. ദെൻ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ബാഡ് ഫീലിംഗ് അടിക്കും, നെഗറ്റീവ് തോട്ട്സ് ഉണ്ടാകും. ബിക്കോസ് ഇപ്പൊ നിങ്ങൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങളെ കൊണ്ട് നടക്കൂല. ഇറ്റ് വാസ് എൻ എ ഹാർഡ് ആൻഡ് ഹാർട്ട് ബ്രേക്കിംഗ് മൂമെന്റ്. ഇവിടെ നിങ്ങൾ ചെയ്യുന്ന തെറ്റെന്താണെന്നറിയോ? നിങ്ങൾ നിങ്ങളെ നോക്കിക്കാണുന്ന രീതിയിൽ മാറ്റം വരുത്താതെ പെട്ടെന്ന് തന്നെ ചെന്ന് നിങ്ങളുടെ ബിഹേവിയറിലാണ് മാറ്റം വരുത്തുന്നത്. ഇത് നിങ്ങൾ മനസ്സിലാക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ലിസൺ കെയർഫുള്ളി. ഇതിൽ നിങ്ങൾ നിങ്ങളെ നോക്കിക്കാണുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാം ക്വിറ്റ് ചെയ്യുന്ന, ഭയങ്കര ലേസി ആയിട്ടില്ല, ഒന്നും കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യാത്ത ഒരാളായിട്ടാണ്. ഇതുപോലെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്ര അലാം സെറ്റ് ചെയ്തിട്ടും കാര്യമില്ല, എത്ര ഗോൾസ് എഴുതിയിട്ടും കാര്യമില്ല, ഒന്നും മാറാൻ പോകുന്നില്ല. ബിക്കോസ് നമ്മളെ എങ്ങനെ നോക്കിക്കാണുന്നോ അതിനനുസരിച്ചിട്ടിരിക്കും നമ്മളെ ആക്ഷൻസ്. ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്ക് നിങ്ങളെ ഫോഴ്സ് ചെയ്തുകൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം. ബട്ട് അതൊന്നും എപ്പോഴും ഉണ്ടാവില്ല. ബിക്കോസ് 1-2 ദിവസമേ അതിന്റെ എക്സ്പയറി ഡേറ്റ് എന്ന് പറയുന്നത്. പിന്നെ അതിന്റെ ആ ഒരു സ്പിരിറ്റ് 2 ദിവസം കഴിയുമ്പോൾ പോകും. പിന്നെ യു വിൽ ബിക്കം യുവർ ഓൾഡ് വേർഷൻ.
ഫസ്റ്റ് ഓഫ് ഓൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങളുടെ തന്നെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു വേർഷൻ, ഒരു ഇമേജ്, പേഴ്സണാലിറ്റി ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളെ തന്നെ പറഞ്ഞ് മനസ്സിലാക്കുക. നിങ്ങൾ മടിയനായിട്ടുള്ള ഒരാൾ ഒരു കാര്യം ചെയ്യാൻ ശ്രമിക്കുന്നതല്ല. അതിന് നേരെ തിരിച്ച് നിങ്ങൾ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഒരാളാണെന്നുള്ള ഒരു പേഴ്സണാലിറ്റി നിങ്ങൾ ബിൽഡ് ചെയ്തെടുക്കുക. നിങ്ങൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൺസിസ്റ്റന്റ് ആയിട്ട് ഒരു കാര്യം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് പുതിയ പുതിയ സ്കിൽസ് ലേൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. ആൻഡ് ഇറ്റ്സ് ബിലീവ്സ് യു. നിങ്ങളുടെ ബ്രെയിൻ നിങ്ങളെ വേർഡ്സിൽ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത്. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ ബ്രെയിനെ പറഞ്ഞ് മനസ്സിലാക്കണം, നിങ്ങൾ ഒരിക്കലും നിങ്ങളൊരു ഒരു കാര്യം ചെയ്യാൻ വേണ്ടി ഫോഴ്സ് ചെയ്യല്ല. നേരെ മറിച്ച് ദിസ് ഈസ് ഹു ഐ ആം. ദർബാ നിങ്ങൾ ഇത് ആർക്കോ വേണ്ടി ചെയ്യുന്നതല്ല, അത് നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി തന്നെ ചെയ്യാണ്. ദിസ് ഈസ് ഹു ആർ യു. ഇത് നിങ്ങൾ നിങ്ങളോട് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക. ബിക്കോസ് ഇത് നമ്മളിങ്ങനെ റിപ്പീറ്റ് ആയി പറഞ്ഞുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമ്മളെ ബ്രെയിനിനെ അത് എന്ത് ചെയ്യും, റിവയർ ചെയ്യും. നിങ്ങൾ നിങ്ങളെ തന്നെ നോക്കിക്കാണുന്ന രീതിയിൽ മാറ്റം വരും. അങ്ങനെ നിങ്ങളുടെ ഐഡന്റിറ്റി മാറുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ പേഴ്സണാലിറ്റിയും ഓർ ബിഹേവിയറും ചേഞ്ച് ആകും. പിന്നെ ഇത് തുടർന്ന് കഴിഞ്ഞാൽ നിങ്ങൾ ആ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യത്തിന് ഒരിക്കലും നിങ്ങളെ ഫോഴ്സ് ചെയ്യില്ല. ബിക്കോസ് നിങ്ങളത് ഓട്ടോമാറ്റിക്കലി ചെയ്യും. അനദർ തിങ് ഈസ് എൻവയോൺമെന്റ്. ഒരുപാട് ആൾക്കാർ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ഒഴിവാക്കുന്ന ഒരു കാര്യമാണ് എൻവയോൺമെന്റ് പറയുന്നത്. നമ്മളെ ചുറ്റും നമ്മളെ നെഗറ്റീവായിട്ട് ബാധിക്കുന്ന ഘടകങ്ങളുണ്ടോ, അതിൽ നിന്ന് നിങ്ങൾ മാറി നിൽക്കുക. നല്ല കാര്യങ്ങൾ ചെയ്യാൻ, നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് എളുപ്പമാക്കണം. അതേപോലെ തന്നെ മോശമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഹാർഡാക്കും വേണം. ഇതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്, ഇപ്പോൾ വർക്ക് ചെയ്യാനിരിക്കുക, 2 hours ഓഫ് വർക്കിന് ഇരിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോൺസ് അതേമാതിരി ആവശ്യമില്ലാത്ത ടാബ്സ് ഒക്കെ ഓപ്പൺ ആയിട്ട് കിടക്കുന്നുണ്ടെങ്കിൽ അത് ഓഫ് ചെയ്ത് വെക്കുക. ഫോണ് വേറെ റൂമിൽ കൊണ്ടുപോയി വെക്കുക. ബിക്കോസ് ഫോൺ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി നിങ്ങൾ ഡിസ്ട്രാക്റ്റഡ് ആവും. ഇനിയിപ്പോൾ നിങ്ങൾ വർക്ക് ചെയ്യുന്ന എൻവയോൺമെന്റിൽ കുറച്ച് ആൾക്കാരുണ്ട്, അപ്പോൾ അവരോടൊന്ന് പറയാം, എന്നെ കുറച്ച് സമയത്തേക്ക് ഫ്രീ ആയിട്ട് വിടണം, ബിക്കോസ് ഞാൻ കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ. ഇവിടെ നിങ്ങൾ ഒരിക്കലും സോഷ്യലൈസ്ഡ് ആയി പോവല്ല. ഇവിടെ നിങ്ങൾ നിങ്ങളുടെ ഫ്യൂച്ചറിന്, കരിയറിന് കുറച്ച് സീരിയസ്നെസ് കൊടുക്കുകയാണ്. ഇനി നമുക്ക് വാട്ട് ടു ആക്ച്വലി ഡു സ്റ്റാർട്ടിങ് ടുഡേ. അതായത് ഇനി നിങ്ങളുടെ സ്വപ്നത്തിലേക്ക് എത്താൻ നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാം, ഈ ഒരു ലേസിനെസ്സിനെ മറികടന്ന് നിങ്ങൾക്ക് ഏതൊക്കെ ഘടകത്തിലൂടെ എങ്ങനെയൊക്കെ നമുക്ക് സക്സസ്സിൽ എത്താൻ നോക്കാം. ഈ അംബീഷ്യസ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടാവും. ലൈക്ക് ട്രേഡിങ് പഠിക്കണം, ഫിറ്റ് ആക്കണം, ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം, പ്രോഫിറ്റ് ഉണ്ടാക്കണം, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടാവും. ഇതിന്ന് ഒരേ ഒരു കാര്യം സെലക്ട് ചെയ്യുക, ഓൺലി വൺ തിങ്. എന്നിട്ട് ഒരു 12 മാസം അല്ലെങ്കിൽ അതിൻ്റെ ഒരു കാലയളവ് അതിന് വേണ്ടി മാറ്റി വെക്കുക. ആ ഒരു കാര്യത്തിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക. ഈ ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞാൽ ലൈഫിൽ സക്സസ് ഉണ്ടാവും. അങ്ങനെ നിങ്ങൾക്ക് 100% ഷുവർ ആയിട്ടുള്ള ഒരു കാര്യം സെലക്ട് ചെയ്യുക. പിന്നെ ഈ ഒരു കാര്യം ചെയ്യുന്ന കാലയളവിൽ ഈ ഒരു ഗോളിനെ ചോദ്യം ചെയ്യാനോ ഡൗട്ട് അടിക്കാനോ നിൽക്കരുത്. ഇങ്ങനെ നിങ്ങളിത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ബിക്കം മോർ എഫക്റ്റീവ്. സെക്കൻഡ് തിങ്, സ്ട്രിങ് ദ സ്റ്റാർട്ട് ഡൗൺ ടു ആൾമോസ്റ്റ് നത്തിങ്. അതായത് സ്റ്റാർട്ടിംഗ് പോയിന്റ് പറയുന്നത് മാക്സിമം ചെറുതാക്കാൻ ശ്രമിക്കുക. അതിപ്പോൾ പെട്ടെന്ന് പോയിട്ടൊരു വലിയ പ്രൊജക്റ്റ് ഇൻവോൾവ് ആവുക, അതിന് പകരം വലിയ വലിയ കാര്യങ്ങൾക്ക് മുമ്പേ ചെറിയതായിട്ട് ഇപ്പോൾ ട്യൂട്ടോറിയൽ കാണുക, അല്ലെങ്കിൽ ഒരു പാരഗ്രാഫ് എഴുതുക പ്രൊജക്റ്റിനെ ബേസ് ചെയ്തിട്ട്. അങ്ങനെ ചെറിയ കാര്യത്തിൽ നിന്ന് തുടങ്ങുക. നിങ്ങൾക്ക് നോ പറയാൻ പറ്റാത്ത രീതിയിലുള്ളതായിരിക്കണം സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് വെച്ചാൽ. എനിവേ എൻട്രി പോയിന്റ് എപ്പോഴും ചെറുതായിരിക്കണം. അപ്പം നിങ്ങളിങ്ങനെ ചെറുതായത് അതിനൊരു ചെറിയതായിട്ട് കാണാതെ അതിലൂടെ നമുക്ക് ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെ ഇപ്പോൾ ഈ ചെറിയ കാര്യത്തിലൂടെ നിങ്ങളെ മൊമെന്റം ബിൽഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഉദ്ദേശിച്ചതിനേക്കാളും വലിയ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ദെൻ തേർഡ് വൺ, ഗീവ് 2 hours ഓണസ്റ്റ് ഡെയിലി. അതായത് എല്ലാ ദിവസവും കൺസിസ്റ്റന്റ് ആയിട്ട് ഒരു 2 hours എങ്കിലും നിങ്ങൾ ഉദ്ദേശിച്ച വർക്കിന് വേണ്ടി മാറ്റി വെക്കുക. ഇതിന് കൺസിസ്റ്റന്റ് ആയിട്ട് തന്നെ ചെയ്തുകൊണ്ടിരിക്കണം. ഇതിന്റെ ഇടയിൽ ഡിസ്ട്രാക്ഷൻസ് ആയിട്ട് ഫോൺ ഉണ്ടെന്നുണ്ടെങ്കിൽ ലെറ്റ് അവോയ്ഡ് ഇറ്റ്. ഒരു വർഷത്തേക്ക് ഇങ്ങനെ 2 മണിക്കൂർ മാറ്റി വെച്ചിട്ട് നിങ്ങൾ ഈ ഒരു വർക്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ ആക്ച്വലി 730 hours യു ക്യാൻ ഗെറ്റ്. ദാറ്റ്സ് ഇനഫ് ടു ബിൽഡ് സംതിങ്. ഇങ്ങനെ നിങ്ങൾ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ഒരുപാട് മുന്നിലെത്താൻ കഴിയും. ദെൻ ദ ഫോർത്ത് ആൻഡ് ലാസ്റ്റ് വൺ, മെഷർ ഷോയിങ് അപ്പ് നോട്ട് റിസൾട്ട്സ്. ഈ ഒരു സിറ്റുവേഷനിൽ വെച്ചിട്ടാണ് അധിക പേരും ക്വിറ്റ് ചെയ്യുന്നത്. ബിക്കോസ് ഒരു 2 ആഴ്ച വർക്ക് ചെയ്യും, എന്നിട്ട് പിന്നെ റിസൾട്ട് കണ്ടില്ല വെച്ച് കഴിഞ്ഞാൽ ദേ വിൽ ക്വിറ്റ് ഇറ്റ്. ബട്ട് വലിയ വലിയ കാര്യങ്ങൾക്ക് റിസൾട്ട് ഒരിക്കലും ഈ ഒരു 2 ആഴ്ചക്കുള്ളിൽ കിട്ടാൻ പോകുന്നില്ല. ഇഫ് നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ യു ക്യാൻ ഗെറ്റ് ദ ഇനഫ് റിസൾട്ട്സ്. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. സബ്സ്ക്രൈബ് ഫോർ മോർ മോട്ടീവ് വീഡിയോസ്.